മധ്യപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷനും മുൻ മുഖ്യമന്ത്രിയുമായ കമൽനാഥ് ബിജെപിയിലേക്കെന്ന് സൂചന. കമൽനാഥിന് രാജ്യസഭാ സീറ്റും മകൻ നകുൽനാഥിന് ചിന്ദ്വാര ലോക്സഭാ സീറ്റും മന്ത്രിപദവും ബിജെപി വാഗ്ദാനം ചെയ്തുവെന്നാണ് റിപ്പോർട്ട്. ചൊവ്വാഴ്ച കമൽനാഥിന്റെ ഭോപ്പാലിലെ വസതിയിൽ എംഎൽഎമാരുടെ യോഗം വിളിച്ചു ചേർത്തതായും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇന്ത്യ സഖ്യമുന്നണികളെയും കോൺഗ്രസ് നേതാക്കളെയും NDA പാളയത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കം BJP സജീവമാക്കിയിട്ടുണ്ട്. മധ്യപ്രദേശിൽ കോൺഗ്രസിന്റെ അധ്യക്ഷനും മുൻ മുഖ്യമന്ത്രിയുമായ കമൽനാഥും മകൻ നകുൽനാഥ്, വിവേക് തൻഖ എന്നിവർ BJPയിലേക്ക് കൂടുമാറാൻ ഒരുങ്ങുന്നുവെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വെള്ളിയാഴ്ച ദില്ലിയിലേക്ക് എത്തിയ കമൽനാഥ് സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. രാജ്യസഭാ സീറ്റ് ആവശ്യമുന്നയിച്ചായിരുന്നു കൂടിക്കാഴ്ച. എന്നാൽ കോൺഗ്രസിൽ നിന്നും അനുകൂല മറുപടി ലഭിച്ചില്ലെന്നാണ് സൂചന. പിന്നാലെയാണ് കമൽനാഥിന് BJPയുടെ വാഗ്ദാനം ലഭിച്ചതായി വാർത്തകൾ പുറത്തുവരുന്നത്. കമൽനാഥിന് രാജ്യസഭാ സീറ്റും മകൻ നകുൽനാഥിന് ചിന്ദ്വാര ലോക്സഭാ സീറ്റും മന്ത്രിപദവും BJP വാഗ്ദാനം ചെയ്തുവെന്നാണ് റിപ്പോർട്ട്. കമൽനാഥ് BJPയുമായി ചർച്ചകൾ നടത്തിക്കഴിഞ്ഞുവെന്നും കൂടുതൽ നല്ല ഡീലിനായി കാത്തിരിക്കുകയാണെന്നും മധ്യപ്രദേശിൽ നിന്നുള്ള ഒരു കോൺഗ്രസ് MLA ദേശീയ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അയോധ്യ രാമക്ഷേത്ര വിഷയത്തിലടക്കം മൃദു ഹിന്ദുത്വ സമീപനവുമായി മുന്നോട്ട് പോകുന്ന നേതാവാണ് കമൽനാഥ്. 1986 ബാബറി മസ്ജിദ് തർക്കഭൂമിയിലെ താൽക്കാലിക രാമക്ഷേത്രം രാജീവ് ഗാന്ധി തുറന്നുകൊടുത്തത് വഴിയാണ് ഹിന്ദുക്കൾക്ക് ആരാധന നടത്താൻ അനുമതി ലഭിച്ചതടക്കം അവകാശവാദം കമൽനാഥ് നിരവധി തവണ ഉന്നയിച്ചിരുന്നു. കമൽനാഥ് ചൊവ്വാഴ്ച MLAമാരെ അത്താഴ വിരുന്നിന് ക്ഷണിച്ചിട്ടുണ്ട്. കമൽനാഥിന്റെ ഭോപ്പാലിലെ വസതിയിൽ വെച്ചാണ് വിരുന്ന്. നിരവധി MLAമാർ ഇപ്പോഴും തനിക്കൊപ്പമുണ്ടെന്ന് കാണിക്കാനുള്ള ശക്തി പ്രകടനം കൂടിയാണ് കമൽനാഥിന്റെ നീക്കമെന്നാണ് വിലയിരുത്തൽ. കൈരളി ന്യൂസ്, ദില്ലി.